നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അബുദാബിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിന്റെ ശുചിമുറിയിൽ സിഗരറ്റ് വലിച്ച് മലയാളി. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഒറ്റപ്പില കൂലിനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ശുചിമുറിയിൽ നിന്ന് സിഗരറ്റിന്റെ മണം വന്നു. ഇതോടെ ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് സിഗരറ്റ് കുറ്റി കണ്ടെത്തിയത്. പുകവലിച്ചെന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു. വിമാനത്തിൽ സിഗരറ്റ് വലിക്കരുതെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് പ്രതിയുടെ പ്രതികരണം. പോക്കറ്റിൽ നിന്ന് 6 സിഗരറ്റാണ് കണ്ടെത്തിയത്. വിമാനത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം തുടർ നടപടികൾക്കായി സുരക്ഷാ ജീവനക്കാർക്ക് യുവാവിനെ കൈമാറി. തുടർന്ന് സഹാർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. കേസെടുത്ത് നോട്ടീസ് നൽകി വിട്ടയച്ചു. 4 മാസം മുൻപായിരുന്നു ഇയാൾ അബുദാബിയിലേക്ക് പോയത്. നമുക്കറിയാം, വിമാനം വളരെ നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മതി ചിലപ്പോൾ വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ. വിമാനത്തിനുള്ളിൽ പുക വലിക്കരുത് എന്നത് ഒരു നിയമമാണെന്നിരിക്കെയാണ് അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. സമാനമായ സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. വിമാനത്തിൽ പുക വലിച്ച മധ്യവയസ്കൻ അറസ്റ്റിലായ സംഭവം. മസ്കറ്റിൽ നിന്ന് മുംബൈയിലേക്കുള്ള വിസ്താര വിമാനത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. വിമാനത്തിന്റെ ശുചിമുറിയിൽ വെച്ചാണ് മധ്യവയസ്കൻ പുകവലിച്ചത്. ബാലകൃഷ്ണ രാജയൻ എന്ന ആളാണ് ഇത്തരത്തിൽ പുകവലിച്ചതിന് അറസ്റ്റിലായത്. 51 വയസ്സുകാരനാണ്. ആ ബാലകൃഷ്ണൻ രാജയൻ കന്യാകുമാരി സ്വദേശിയാണ്. സ്മോക്ക് ഡിറ്റക്ടറിന്റെ സഹായത്തോടെയാണ് ഇയാൾ ശുചിമുറിയിൽ വെച്ച് പുകവലിച്ചത് പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പൈലറ്റ് ഇക്കാര്യം ക്യാബിൻ ക്രൂവിനെ അറിയിച്ചു. അങ്ങനെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. ശുചിമുറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു സിഗരറ്റ് ബഡ് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. മുംബൈയിൽ വിമാനം ഇറങ്ങിയ ശേഷം ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഗ്രൗണ്ട് സുരക്ഷാ സൂപ്പർവൈസറെ വിവരം അറിയിച്ചു. തുടർന്ന് ബാലകൃഷ്ണൻ രാജയനെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ വിമാനത്തിൽ വെച്ച് പുകവലിച്ചെന്ന് രാജയൻ സമ്മതിച്ചു. സിഗരറ്റ് കത്തിക്കാനായി ഉപയോഗിച്ച തീപ്പെട്ടി ഇയാൾ ഹാജരാക്കി. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ മുംബൈ സഹാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. സുരക്ഷാ സൂപ്പർവൈസർ ഇയാൾക്കെതിരെ പരാതി നൽകി. വിമാനത്തിനുള്ളിൽ പുകവലിച്ചതിലൂടെ പ്രതി ബോധപൂർവ്വം നിയമം ലംഘിക്കുകയായിരുന്നുവെന്നും യാത്രക്കാരെ മുഴുവൻ ദുരിതത്തിലാക്കിയെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം വിമാനത്തിനുള്ളിൽ പുകവലിക്കുന്നത് അപകടകരമാണ്. അതുപോലെ തന്നെ പറന്നു പൊങ്ങുന്ന വിമാനത്തിൽ പുക കാണുന്ന കാഴ്ചകൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു അപകടത്തിന് പിന്നാലെ പറന്നുയർന്നതിന് പിന്നാലെ സ്പൈസ് ജെറ്റ് വിമാനം തിരിച്ചിറക്കേണ്ട സാഹചര്യമുണ്ടായി. വിമാനത്തിലെ ക്യാബിനകത്ത് പുക കണ്ടതിനെ തുടർന്നാണ് വിമാനം തിരിച്ചിറക്കിയത്. യാത്രക്കാർ സുരക്ഷിതരാണെന്ന് വിമാന കമ്പനി അറിയിച്ചിരുന്നു. വിമാനം പറന്നുയർന്ന് 5000 അടി ഉയരത്തിലെത്തിയപ്പോഴാണ് വിമാനത്തിനകത്ത് പുക യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബീഹാറിൽ നിന്ന് ദില്ലിയിലേക്ക് രാവിലെ പുറപ്പെട്ട സ്പേസ് ജെറ്റ് വിമാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു പുക കണ്ടെത്തിയത്. എന്നാൽ അടിയന്തരമായി വിമാനം തിരിച്ചിറക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായത്. പാറ്റ്ന വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിന് സ്പേസ് ജെറ്റ് വിമാനത്തിന്റെ ഇടത് എഞ്ചിനിൽ പക്ഷി വന്ന് ഇടിച്ചതിനെ തുടർന്നായിരുന്നു തീ പിടിച്ചതും പുക കണ്ടതും. അപകടം മനസ്സിലായതോടെ 1ാം നമ്പർ എഞ്ചിൻ ഓഫ് ചെയ്താണ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയതെന്ന് സ്പേസ് ജെറ്റ് അറിയിച്ചിരുന്നു. വിമാനത്തിൽ തീ പടരുന്നത് കണ്ട പ്രദേശവാസികളും അധികൃതരും വിവരം അറിയിച്ചു. തിരിച്ചിറക്കിയ ഉടൻ തന്നെ 185 യാത്രക്കാരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്നും ഇവരെ മറ്റൊരു വിമാനത്തിൽ ദില്ലിയിൽ എത്തിക്കുമെന്നും പാറ്റ്ന വിമാനത്താവള ഡയറക്ടർ അറിയിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏവരും നടുങ്ങിയ ഒരു അപകടമായിരുന്നു അസർബൈജാൻ വിമാനം കസഖ്സ്ഥാനിലെ അക്താവിൽ തകർന്നു വീണ സംഭവം. ഇതിലിപ്പോൾ ഒരു വിശദീകരണവുമായി എയർലൈൻസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഭാഗ്യവും സാങ്കേതികമായ ഇടപെടലുകളാണ് വിമാന അപകടത്തിലേക്ക് നയിച്ചതെന്ന് അസർബൈജാൻ എയർലൈൻസ് അറിയിച്ചു. ക്രിസ്മസ് ദിനത്തിലായിരുന്നു ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉണ്ടായത്. 38 പേരാണ് മരിച്ചത്. ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്കുള്ള യാത്രാമധ്യയാണ് അസർബൈജാൻ വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് തകർന്നു വീണത്. പിന്നാലെ ഡിസംബർ 28 മുതൽ ബാക്കുവിൽ നിന്ന് റഷ്യയിലേക്കുള്ള 8 വിമാന സർവീസ് നിർത്തിവെച്ചതായി അസർബൈജാൻ എയർലൈൻസ് അറിയിച്ചിരുന്നു. വിമാന അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പൂർത്തിയാകുന്നതുവരെ വിമാനങ്ങൾ റദ്ദു ചെയ്യുന്നതായിരിക്കുമെന്നും എയർലൈൻസ് അറിയിക്കുകയുണ്ടായി. യാത്രക്കാർക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യുമെന്നും എയർലൈൻസ് അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.